ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ നിങ്ങൾക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു ബൗളിനകത്തോട്ടേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഈ ഒരു അളവിന് ഒരു മുട്ട തന്നെ ധാരാളമാണ്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് 1 ടീസ്പൂൺ വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് പാലാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പാലാണ്. ഫുൾ ക്രീമായിട്ടുള്ള പാല്, വെള്ളം മിക്സ് ചെയ്യാത്ത 1/2 കപ്പ് പാല്. ഒന്നുകിൽ നിങ്ങൾക്ക് 1 കപ്പ് പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ മുഴുവനായിട്ട് പാലാണ് എടുക്കുന്നതെങ്കിൽ ഇത് ഒത്തിരി അങ്ങ് സോഫ്റ്റായിട്ട് പോകും. അപ്പോൾ കുറച്ച് മൊരിഞ്ഞ് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് 1 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. ഇനി മൈദ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ ഇത് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് മൈദ തന്നെയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് മുഴുവനായിട്ട് 240 ml കപ്പിന് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മുഴുവനായിട്ട് തന്നെ പാൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വെള്ളം നമ്മൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറക്റ്റ് അളവ് പറയുന്നില്ല, കാരണം ബാറ്റർ നിങ്ങൾ അത്യാവശ്യം കുറച്ചൊന്ന് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം. അതുകൊണ്ട് തന്നെ വെള്ളം നിങ്ങൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ടൊന്ന് ബാലൻസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒത്തിരി ഫ്ലെയിം കൂട്ടിയിടേണ്ട ആവശ്യമില്ല. എണ്ണ ഒന്ന് തടവി കൊടുക്കാം. എണ്ണ തടവിയതിന് ശേഷം ഒന്നുകിൽ ഗ്ലാസ്സിനകത്തോട്ടേക്ക് ബാറ്റർ ഒഴിക്കുന്നതാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊരു ബാറ്റർ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ടാണ് പാനിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നല്ല കനം കുറഞ്ഞ് കിട്ടുന്ന രീതിയിൽ നല്ലതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക. കുറഞ്ഞ സമയം ഒരു മിനിറ്റൊക്കെ അടച്ചു വെക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എണ്ണയോ അതല്ലെങ്കിൽ നെയ്യോ ഇതുപോലെ തൂക്കിക്കൊടുക്കാം. ഞാൻ എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നാണെങ്കിൽ, എണ്ണ വേണ്ട എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എണ്ണ നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ. അതായത് സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതുപോലെ തന്നെ ഈ ഒരു ദോശ നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോഴാണ് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരുന്നത് പോലെ ഉണ്ടാകും, നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ. അതുപോലെ തന്നെ അതിൻ്റെ പിറകുവശത്തുള്ള ആ ഒരു കളറ് നല്ലതുപോലെ ചേഞ്ച് ആയിട്ട് വരും. കണ്ടോ, ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടാം. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന് കോമ്പിനേഷനായിട്ട് നല്ല സ്പൈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ കറി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി കോംബോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാമിനടുത്ത് എല്ലോട് കൂടിയുള്ള ചിക്കനാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു ബൗളിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം തന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളത് 2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. 2 ടേബിൾ സ്പൂണോളെങ്കിലും തൈര് ഉപയോഗിക്കണം. അപ്പോൾ ചെറുനാരങ്ങ നീര് വേണ്ട. നമ്മൾ തൈര് വെച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു റെസിപ്പി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തൈര് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കാം. തൈര് എടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നെങ്കിൽ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചാലും മതി കേട്ടോ. 15 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് നല്ല പഴുത്ത ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളിയുടെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കശുവണ്ടിപ്പരിപ്പാണ്. 6 or 7 കശുവണ്ടിപ്പരിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇനി മല്ലിയിലയാണ്, ഒരു കൈപ്പിടിയോളം മല്ലിയില. മല്ലിയിലയും കശുവണ്ടിപ്പരിപ്പും തക്കാളിയും കൂടി ഇനി നന്നായിട്ട് അരച്ചെടുക്കണം.
ഒട്ടും വെള്ളം ഉപയോഗിക്കേണ്ട, വെള്ളമൊന്നും ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്ന രീതിയിൽ അരച്ചെടുക്കണം. ഈ ഒരു മസാലക്കൂട്ട് ഇതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് കറി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഒരു പാത്രം വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിനകത്തോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ വെച്ച് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ മാത്രം ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അഥവാ കറി ജീരകം ഇട്ട് കൊടുക്കണം. കറി ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് 2 സവാള അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. മീഡിയം സൈസായിട്ടുള്ള 2 സവാളയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം സവാളയെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം വഴണ്ട് നല്ല സോഫ്റ്റായിട്ട് വരുന്ന പാകത്തിന് റെഡിയാക്കിയെടുക്കണം. അല്ലാതെ നമ്മളിങ്ങനെ മൊരിയിച്ചെടുക്കാറുണ്ടല്ലോ, കളറ് മാറിയിട്ടില്ല, അതൊന്നും ഇതിനകത്ത് ആവശ്യമായിട്ടില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. എന്നിട്ട് നമുക്ക് ആ ഒരു സമയത്ത് തന്നെ ഇതിലോട്ടേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് 2 ടീസ്പൂൺ, അതുപോലെ 1-2 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട്. ഇപ്പോൾ നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് 2-3 ഒക്കെ ഉപയോഗിക്കാം. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്, ഞാൻ 2 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നത്, അതായത് ഈ സവാളയൊക്കെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയും നമ്മുടെ കശുവണ്ടിപ്പരിപ്പൊക്കെ കൂടിയുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊഴിച്ച് കൊടുക്കാം. അതൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റെങ്കിലും നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. സാധാരണ നമ്മൾ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ അത് വെന്ത് കുഴയുന്ന പാകത്തിൽ കുക്ക് ചെയ്തെടുക്കാറുണ്ടല്ലോ, അതുപോലെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടി എന്ന് പറയുമ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് പിരിയൻ മുളകും സാധാരണ മുളകും കൂടി ഒന്നിച്ച് പൊടിച്ചിട്ടുള്ള പൊടിയാണ്, 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഈ മസാലക്കൂട്ടിൻ്റെ ആ ഒരു സവാളയുടെയൊക്കെ ഒരു കളർ മാറി വരും നന്നായിട്ട്. ഒരു ചെറിയൊരു നല്ലൊരു റെഡ് കളറിലോട്ടേക്ക് മാറും. അപ്പോൾ ആ ഒരു കളർ ആകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴണ്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരവ് വരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് അടച്ചു വെക്കുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റ് നന്നായിട്ട് തവി കൊണ്ട് മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ആദ്യം നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്യുക. എന്നിട്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വരുന്ന ആ ഒരു സമയമായതിന് ശേഷം മാത്രമാണ് നമ്മൾ പിന്നെ എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ കുറച്ച് സമയം അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുത്തതിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്ന വെള്ളം എപ്പോഴും നല്ല തിളച്ച വെള്ളമോ ചൂടുള്ള വെള്ളമോ തന്നെ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ മസാലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണുള്ളത്, അപ്പോൾ ഞാനൊരു ഇത്തിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറി എന്ന് പറയുന്നത് കുറച്ച് കുറുകിയിരിക്കുന്ന ഒരു കറി തന്നെയാണ്. ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ക്രീമി ആയിട്ടുള്ള പാകത്തിനാണ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു കറിയാണിത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ് ഈ ഒരു കറി. അപ്പം ഞാനിത് അടച്ച് വെച്ച് വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം നമ്മളൊന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുള്ളതും ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ദോശയുടെ കൂട്ടത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ് ഈ ഒരു കറി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ദോശയുടെ കൂട്ടത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു ദോശ നമുക്കൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാം. ഇനി നല്ല ചൂടോട് കൂടിയുള്ള നമ്മുടെ ചിക്കൻ കറി കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല കോമ്പിനേഷനാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ദോശ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ചട്നി കൂട്ടിയിട്ടൊക്കെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇതൊരു കുറച്ചുകൂടി നല്ലൊരു കോംബോ ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിച്ചിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.